ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ വീണ്ടും നമ്മൾ സന്തോഷത്തോടെ ഒന്നിക്കുന്നു. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം പാപം നമ്മെ വിഴുങ്ങാതിരിക്കാൻ നമുക്കെടുക്കാവുന്ന ഒരു 10 പ്രതിരോധ മാർഗങ്ങളാണ്. ഈ പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പാപത്തിൽ വീഴാതിരിക്കാൻ, പാപം നമ്മെ വിഴുങ്ങാതിരിക്കാൻ അത് സഹായിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. ചെറുപ്പക്കാരൻ പറഞ്ഞൊരു കാര്യം, അവനിച്ചിരി ഫുഡിയാണ്. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കൺട്രോളൊക്കെ ചിലപ്പോൾ പോകും. അങ്ങനെ അവന് ആവശ്യത്തിലേറെ ഭക്ഷണം കഴിക്കും. അപ്പം എനിക്ക് ഫുഡ് കണ്ടാൽ, ടേസ്റ്റി ഫുഡ്, എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കണ്ടാൽ എൻ്റെ തന്നെ നിയന്ത്രണം പോവുക. അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരാഗ്രഹം ജഡസുഖം. അപ്പം അതിനുവേണ്ടി സ്വയംഭോഗം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവൻ പോകും. ഇത് കഴിയുമ്പോൾ പിന്നെ അവനൊരു മനസ്സിനൊരു നിരാശയാണ്. അതുകൊണ്ട് പിന്നെ കുർബാന സ്വീകരണം നടത്തില്ല. അത് പിന്നീട് അതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അവനെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം. അവരാഗ്രഹമുണ്ട് പാപം ഒഴിവാക്കണമെന്ന്, പക്ഷെ അവന് പറ്റുന്നില്ല. നമ്മൾ കാണുന്നുണ്ട് റോമാലേഖനം 7-ാം അധ്യായം 15 മുതൽ വായിക്കുമ്പോൾ പൗലോസ്ലീഹ പോലും വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ആഗ്രഹം പാപം ചെയ്യാതിരിക്കാനാണ്, നന്മ ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം, പക്ഷെ എനിക്കിത് പറ്റുന്നില്ല. ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു, ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാനും പറ്റുന്നില്ല. ഈ അവസ്ഥയിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും എന്ന് ചോദിക്കുന്ന പൗലോസിനെ ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. പറയുന്നുണ്ട് ഈ 10 പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഏതാനും വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. പാപത്തിന്റെ പരിണിത ഫലം ഭയാനകമാണ്. ചില വചനങ്ങൾ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പാപത്തിന്റെ പരിണിത ഫലം ഭയാനകമായിരിക്കാം. അപ്പം ആ തിരിച്ചറിവുണ്ടെങ്കിൽ പാപം ഒഴിവാക്കാൻ അത് നമ്മെ സഹായിക്കും. സംഖ്യ 32:23 വചനം പറയുന്നത്, നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പോയവരെ ആ പാപം വേട്ടയാടും. കൂസലില്ലാതെ പാപപ്രവൃത്തികൾ ചെയ്ത് മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരവസ്ഥ, ആ പാപം നിന്നെ വേട്ടയാടും എന്നുള്ളത് നീ മനസ്സിലാക്കിയിരിക്കുക. റോമാലേഖനം 6-ാം അധ്യായം 23 വചനം പറയുന്നുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമാണ്. പറയുന്നുണ്ട് ആ പാപം മൂലം നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന ഒരു കാര്യം, നമ്മുടെ ആത്മീയ ജീവിതത്തെ അത് വിഴുങ്ങും, മരണത്തിലേക്ക് പോലും അത് നമ്മെ നയിക്കും. റോമ 2:10 വായിച്ചാൽ അവർ പറഞ്ഞിട്ടുണ്ട്, തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ക്ലേശങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും. അതാരാണെങ്കിലും തിന്മ പ്രവർത്തിച്ചാൽ അവർക്കുണ്ടാകാവുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സുഭാഷിതങ്ങൾ 24:20 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, പാപം ചെയ്യുന്നവർക്ക് നല്ല ഭാവി പ്രതീക്ഷിക്കാൻ പറ്റില്ല, അവന് നല്ലൊരു ശുഭമായ ഒരു ഭാവി ഉണ്ടാകില്ല എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. യെശയ്യാ 57:21, 59:8 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പാപിക്ക് സമാധാനം പ്രതീക്ഷിക്കാനാവില്ല. പാപജീവിതം നയിക്കുന്നവർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല. സമാധാനം എന്തെന്ന് അവരറിയില്ല എന്നുള്ളത് ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽക്കാരുടെ പാപം മൂലം അവരുടെ വഴി ദൈവം അടച്ചു. അത് എങ്ങനെയാ? ചെത്തിയെടുത്ത കല്ലുകൊണ്ട് എന്ന പോലെ, വലിയ മതിൽ കെട്ടി അടച്ചതുപോലെ അവരുടെ വഴി അടച്ചു. പറയുന്നുണ്ട് പാപത്തിന്റെ പരിണത ഫലം ഭയാനകമാകാം എന്നുള്ളത് ഈ വചനഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. നമുക്കിനി ഒരു 10 പ്രതിരോധ മാർഗങ്ങൾ, പാപത്തിൽ വീഴാതിരിക്കാൻ നമ്മെ സഹായിക്കുന്ന 10 പ്രതിരോധ മാർഗങ്ങൾ വചനം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഒന്നാമത്തേത്, നാം വീണ്ടും ജനിക്കണം. യോഹന്നാൻ 3-ാം അധ്യായം, അതുപോലെ 1 യോഹന്നാൻ 5:18 ഇതെല്ലാം പഠിപ്പിക്കുന്നത്, ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ചവർക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിക്കണം. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ദൈവവചനത്തിലൂടെ. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ വീണ്ടും ജനനം സംഭവിക്കേണ്ടത് സനാതന ബീജമായ ദൈവവചനത്തിലൂടെയാണ്. രണ്ടാമത്തെ പ്രതിരോധ മാർഗമാണ് വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നുള്ളത്. 2 വചനഭാഗങ്ങൾ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. സങ്കീർത്തനം 119:11 വചനം, ദൈവമേ, അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. കൊളോസസ് 3-ാം അധ്യായം 16-ാമത്തെ വചനം എടുത്താൽ അവിടെയും പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യുമ്പോഴും ഒരു കാര്യം നീ ഉറപ്പാക്കുക, വചനസമൃദ്ധി ഹൃദയത്തിലുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ പാപത്തിൽ വീഴാതിരിക്കാൻ അത് നിന്നെ സഹായിക്കും. 3-ാമത്തെ കാര്യമാണ്, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ജീവിതാന്തത്തെപ്പറ്റി ഓർക്കുക. പ്രഭാഷകൻ 7-ാം അധ്യായം 36-ാമത്തെ വചനം നമുക്ക് തരുന്ന സന്ദേശം അതാണ്. നീ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ജീവിതാന്തത്തെപ്പറ്റി ഓർക്കുക എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് മരിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നീ പാപം ചെയ്യത്തില്ല. ഈ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നീ പാപം ചെയ്യില്ല എന്നാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കും. 4-ാമത്തെ കാര്യമാണ്, ദൈവത്തിന്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവരായി മാറുക. അലസരെ പാപം പിടികൂടും, അലസരുടെ ഹൃദയം സാത്താന്റെ പണിപ്പടിയായി മാറും. പ്രഭാഷകൻ 24
22-ാമത്തെ വചനം പറയുന്നത് ദൈവത്തിന്റെ സഹായത്തോടെ അധ്വാനിക്കുന്ന വ്യക്തികൾ പാപത്തിൽ വീഴില്ല എന്നുള്ളതാണ്. 5-ാമത്തെ കാര്യമാണ് പാപസാഹചര്യത്തിൽ നിന്ന് ഓടിയകലാനുള്ള ഒരു ശ്രദ്ധ കാണിക്കുക എന്നുള്ളത്. പ്രഭാഷകൻ 21:1-2 വചനങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കും. സർപ്പത്തിൽ നിന്ന് എന്നതുപോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക എന്ന് പറഞ്ഞാൽ ഇതിനോടകം നമ്മൾ മനസ്സിലാക്കി പല സാഹചര്യങ്ങളുമാണ് പല പാപപ്രവൃത്തികളിലേക്ക് നമ്മളെ നയിച്ചത്. ആ സാഹചര്യങ്ങൾ ഇനി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിൽ നിന്നും ഓടിയകലാനുള്ള ഒരു ശ്രദ്ധ അത് നമ്മൾ കാണിക്കണം. എങ്കിൽ നമ്മൾ പാപത്തിൽ വീഴില്ല. 6-ാമത്തെ കാര്യമാണ് ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ ഉണർത്തുക എന്നുള്ളത്. ദൈവഭയത്തിൽ നമുക്ക് വളരാൻ സാധിക്കണം. പ്രഭാഷകൻ 2:15 മുതൽ 17 വരെ വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ ദൈവഭയമുള്ളവരുടെ ജീവിതത്തിന്റെ ചില നേട്ടങ്ങൾ. അവര് വചനം ധിക്കരിക്കത്തില്ല. അവര് സ്വന്തം ഇഷ്ടത്തെക്കാൾ ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കും. അവര് ദൈവത്തിനായി എപ്പോഴും ഹൃദയം ഒരുക്കി വെച്ചിരിക്കും. അങ്ങനെയുള്ളവര് പാപത്തിൽ വീഴില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. 7-ാമത്തെ കാര്യമാണ് പാപം ചെയ്യാനുള്ള ഒരു ഭയം നമ്മുടെ മനസ്സിൽ ഉണർത്തിക്കൊണ്ടുവരണം. പാപം ചെയ്യാനുള്ള ഭയം. ലൂക്കാസ് സുവിശേഷം 12-ാം അധ്യായം 4 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനെ ഭയപ്പെടണം എന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. നിന്റെ ശരീരത്തെ മാത്രം കൊല്ലാൻ പറ്റുന്നവനെ നീ പേടിക്കണ്ട, മറിച്ച് നിന്റെ ആത്മാവിനെ നശിപ്പിക്കാൻ കഴിവുള്ളവനെ നീ ഭയപ്പെടുക. അതാണ് പാപം. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ആ ഒരു ഭയം നമ്മളിൽ ഉണർത്തിക്കൊണ്ടുവന്നാൽ പാപം ഒഴിവാക്കാൻ അത് നമ്മെ സഹായിക്കും. 8-ാമത്തെ കാര്യമാണ് നമ്മുടെ ശരീരത്തെ കർശനമായിട്ട് കാത്തു സൂക്ഷിക്കുക. ബി സ്ട്രിക്റ്റ് വിത്ത് യുവർ സെൽഫ്. ഇതേക്കുറിച്ചാണ് 1 കൊരിന്തോസ് 9-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക. പൗലോസ് പറയാണ്, കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നത് പോലെ നമ്മളും ആത്മനിയന്ത്രണം പാലിക്കണം. 24 മുതലുള്ള വചനങ്ങളിൽ അക്കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 27-ലേക്ക് വരുമ്പോൾ പൗലോസ് പറയാണ്, ഞാൻ എന്നോട് തന്നെ വളരെ സ്ട്രിക്റ്റ് ആണ്. ഐ എം വെരി സ്ട്രിക്റ്റ് വിത്ത് മൈസെൽഫ് ബട്ട് വെരി കമ്പാഷനേറ്റ് വിത്ത് അതേഴ്സ്. അത് മനോഹരമായ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കോമ്പിനേഷൻ. 9-ാമത്തെ കാര്യമാണ് തീവ്രമായ ആഗ്രഹം. ഈ ആഗ്രഹം ഇല്ലാതെ പാപം ഒഴിവാക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. ആത്മീയ ജീവിതം തീവ്രമായിട്ട് ആഗ്രഹിക്കണം. പാപരഹിത ജീവിതം തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. പ്രഭാഷകൻ 15:15 പറഞ്ഞിട്ടുണ്ട്, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ പറ്റും. അവസാനത്തെ 10-ാമത്തെ കാര്യമാണ് മാംസള ഹൃദയം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എസെക്കിയേൽ 36:25 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിലെ ശിലാഹൃദയം മാറ്റി മാംസള ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൽപ്പനകൾ പാലിക്കാൻ പറ്റും, എൻ്റെ വചനം ജീവിക്കാൻ പറ്റും. ഈ 10 പ്രതിരോധ മാർഗങ്ങൾ ഏറ്റെടുത്താൽ നമുക്കും നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാൻ പറ്റും. പാപം നമ്മെ വിഴുങ്ങാതിരിക്കും. അതിനുവേണ്ട കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പ്രാർത്ഥിക്കാം. പാപത്തിൻ്റെ അടിമകളായി ജീവിക്കുന്നവർക്ക് മോചനം ലഭിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സർവ്വ നന്മകളുടെയും ഉടയവനും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ വചനം ധ്യാനിച്ച ഞങ്ങളെ വചനം ജീവിക്കുന്നവരും ആ വചനം പ്രചരിപ്പിക്കുന്നവരുമാക്കണമേ. വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും അഭിവൃദ്ധിയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ. അങ്ങയെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗവും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.